നമസ്കാരം. ഞാൻ കിരൺ പിള്ളൈ, ഫൗണ്ടർ ആൻഡ് സിഇഒ വസ്തുത തിങ്ക് ടാങ്ക്. ഇന്നലെ നമ്മൾ സംസാരിച്ചിരുന്നത് കൃഷിയെ പറ്റിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കരുനാഗപ്പള്ളി പോലത്തെ ഒരു താലൂക്കിൽ ചെറുകിട വ്യാപാരികൾക്ക് എങ്ങനെ കുറഞ്ഞ ചെലവിൽ അവർക്ക് കൂടുതൽ വിസിബിലിറ്റി ഉണ്ടാക്കാം, എങ്ങനെ അവർക്ക് കൂടുതൽ കച്ചവടം കിട്ടും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ എന്തെല്ലാം, ഇതിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ സംവിധാനങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയൊരു ആശയമാണ് ഇവിടെ പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നത്. കേട്ടു നോക്കൂ. ആശയമാണ് ഇത്. ഗ്യാരണ്ടി ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല, ശ്രമിച്ചു നോക്കാം. അപ്പം ഇതാണ് ആശയം. അതായത് ഞാൻ എപ്പോഴും തുടങ്ങുന്നത് പോലെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിൽ തുടങ്ങാം. അതായത് നമ്മൾ എന്താണ് അഭിമുഖീകരിക്കുന്ന പ്രശ്നം. ഇപ്പോൾ കരുനാഗപ്പള്ളി പോലത്തെ ഒരു നഗരം എടുക്കുകയാണെങ്കിൽ ഇവിടെ വലിയ വ്യാപാരികൾ കുറേ ഉണ്ട്. ഉദാഹരണത്തിന് വലിയ സ്വർണ്ണക്കടകൾ, ഇപ്പോൾ റിലയൻസ് ട്രെൻഡ്സ് പോലത്തെ കടകളുണ്ട്, മാക്സ് പോലത്തെ കടകളുണ്ട്, വലിയ റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പം അതെല്ലാം ഒരു ഭാഗത്ത് അതെന്തായാലും ഉണ്ട്. പിന്നെ ചെറിയ വ്യാപാരികൾ, ഇപ്പോൾ 1 മുതൽ 5 വരെ മാത്രം എംപ്ലോയീസ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ജോലിക്കാരുള്ള സ്ഥാപനങ്ങൾ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾ പറയുന്നത് ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ആഴ്ച തോറും ഓരോ കാറ്റഗറിയിൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് കാറ്റഗറി എടുക്കാം. ഇപ്പോൾ ടെക്സ്റ്റൈൽ അതൊരു കാറ്റഗറിയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് എന്ന് പറയുന്നത് ഒരു കാറ്റഗറിയാണ്. ഇപ്പം അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. ഫിഷറീസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. വീട്ടിലുണ്ടാക്കുന്ന ഹോംലി ഫുഡ്, ഇതൊക്കെ ഒരു കാറ്റഗറിയാണ്. സ്നാക്സ്, ഇപ്പം നമ്മളുടെ ഉപ്പേരി, പക്കാവട, മുറുക്ക്, അത്തരം കാറ്റഗറിയാണ്. അപ്പോൾ ഇത്തരം പല കാറ്റഗറികളുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവർക്ക് വിസിബിലിറ്റി ഇല്ല. അതായത് ആരാണ്, എവിടെയാണ്, എന്താണ് ആൾക്കാർ ചെയ്യുന്നത്, എവിടെയാണ് ബിസിനസ് എന്ന കാര്യത്തിൽ ഒരു വിസിബിലിറ്റി ഇല്ല. അപ്പോൾ നമ്മൾ പറയുന്ന ഐഡിയ അതിനെ ഒരു ഡിജിറ്റൽ ചന്ത അല്ലെങ്കിൽ ഡിജിറ്റൽ ബസാർ എന്നുള്ളൊരു ഐഡിയ ആണ്. ഒരു ആഴ്ചയിൽ ഒരു കാറ്റഗറി മാത്രമേ. ഇപ്പോൾ ഒരു ദിവസം എടുക്കുക. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ശരി, വ്യാഴാഴ്ച 5 മണി ശേഷം ഒരു ഡിജിറ്റൽ ബസാർ ഉണ്ടാവും. അപ്പോൾ ഒരു കാറ്റഗറി എടുക്കുക. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പോൾ കരുനാഗപ്പള്ളി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നല്ല സ്നാക്സ് കിട്ടുന്ന സ്ഥലമാണ്. അപ്പം നമുക്ക് നമ്മുടെ സ്നാക്സിൻ്റെ ബിസിനസ് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ചെറിയ സ്നാക്സ് മാനുഫാക്ചറേഴ്സ് ഉണ്ട്. ഇപ്പം മുറുക്കുണ്ടാക്കുന്നവർ, പക്കാവട, ബനാന ചിപ്സ്, ഇതൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം എഗെയിൻ ഞാൻ ഇവിടെ വീണ്ടും എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടൂൾ എന്ന് പറയുന്നത് ഗൂഗിൾ ഷീറ്റ്സ് ആണ്. അതായത് നമ്മുടെ google.com ഉണ്ട്, അതിനകത്ത് ഗൂഗിൾ ഡ്രൈവ് ഉണ്ട്, അതിനകത്ത് ഗൂഗിൾ ഷീറ്റ് ഉണ്ട്. നമ്മൾ എക്സൽ എന്ന് പറയും, അതിൻ്റെ ഗൂഗിൾ ഷീറ്റ്. അത് ഇൻ്റർനെറ്റ് അറിയുന്നവർക്ക് അറിയാം. അപ്പോൾ ഗൂഗിൾ ഷീറ്റിൽ നമ്മൾ ആരൊക്കെ വ്യാപാരികളുണ്ടോ അവർക്കെല്ലാവർക്കും അവിടെ രജിസ്റ്റർ ചെയ്യാം. അപ്പം ശരി, കരുനാഗപ്പള്ളിയിൽ നമുക്ക് ഉദ്ദേശിക്കാം ഒരു 100 സ്നാക്സ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. 100 പേര്. അവരുടെ പേര് ഈ ഗൂഗിൾ ഷീറ്റിലിടും. വ്യാഴാഴ്ച വരും. എന്നിട്ട് ഈ സമയത്ത് നമ്മൾ കരുനാഗപ്പള്ളിയിൽ മൊത്തമായിട്ട് നമ്മൾ ഡിജിറ്റൽ ആഡ്സ് ഉണ്ടാക്കും. നമ്മളൊരു ഇവൻ്റ് ഉണ്ടാക്കും. അപ്പോൾ ആഴ്ച തോറും ഒരു ഇവൻ്റ് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് പറയുകയാണ്, അപ്പോൾ ഇന്നത്തെ കാറ്റഗറി സ്നാക്സ് ആണ്, ഇത്രയും 100 പേര് വരുന്നുണ്ടാവും, ഡിജിറ്റൽ ബസാറാണ്. അപ്പം 100 പേർക്കും നമ്മൾ ചെറിയ മൊബൈൽ ഫോൺ ഉപയോഗിച്ച്, ലൈവ് ഉപയോഗിച്ച് നമുക്ക് വീഡിയോസ് ഉണ്ടാക്കാം. അവർ സ്നാക്സ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കാണിക്കും. അപ്പം ഇതൊക്കെയാണ് എൻ്റെ സ്നാക്സ്, ഇതൊക്കെയാണ് എൻ്റെ കാര്യം, ഇതെൻ്റെ ബ്രാൻഡാണ്, ഇതെൻ്റെ കോൺടാക്ട് നമ്പറാണ്, ഇതെൻ്റെ ലൊക്കേഷനാണ്. അപ്പം നമുക്ക് ഒരു വിസിബിലിറ്റി ആയി. ഓ ശരി, അപ്പോൾ ഇവിടെ മുറുക്കുണ്ടാക്കുന്ന 5 പേരുണ്ട്. ഓ നിങ്ങളാണല്ലേ ഉണ്ടാക്കുന്നത്. നമ്മൾ ആളെ കാണുന്നു. അപ്പം നമ്മൾ സാധാരണ നമ്മളൊരു പാക്കറ്റ് മുറുക്കോ അല്ലെങ്കിൽ കപ്പലണ്ടി മിഠായിയോ എന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്കിതിൻ്റെ പുറകിലെ ആളാരാണ് എന്നറിയില്ല. അപ്പം നമ്മൾ കാണുകയാണ്, ഓ ശരി, ഈ മുറുക്കുണ്ടാക്കുന്നത്. ഇപ്പം നമുക്ക് പറയാം, ഇപ്പോൾ ദേവി ചിപ്സ് എന്നൊരു ചിപ്സ് ഉണ്ടെങ്കിൽ ദേവി ചിപ്സിൻ്റെ പുറകിലുള്ളത് ഇപ്പോൾ ഈ സുധാകരൻ ചേട്ടനാണ്. നമുക്കങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ ചിപ്സ്. അപ്പം നമുക്കറിയാം, ഓ ഇദ്ദേഹം എൻ്റെ അകന്ന ബന്ധുവാണ്. നമുക്ക് ആ ഒരു അറിവും കിട്ടി. അപ്പം അങ്ങനെ. അപ്പോൾ ആദ്യത്തെ ആഴ്ച ഇതായി. രണ്ടാമത്തെ ആഴ്ച നമുക്ക് ഇപ്പോൾ ചെറുകിട ടെക്സ്റ്റൈൽസ് ആവാം. ഇപ്പോൾ നമുക്ക് കരുനാഗപ്പള്ളിയിൽ എന്താണ് ഇപ്പോൾ ഉള്ളത്? ഇപ്പം ഖാദി, ഖദർ, കൈത്തറി തുടങ്ങിയ ഒരു ഹാൻഡ്ലൂംസിൻ്റെ ഒരു ഇൻഡസ്ട്രി നമുക്കിവിടെ ഉണ്ട്. അത് ശരിക്കും ഓണത്തിൻ്റെ സമയത്താണ് ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മുടെ മഹാദേവർ ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട് അവർ ഓണത്തിൻ്റെ സമയത്ത് റിബേറ്റ് എന്ന് പറഞ്ഞ് വെക്കും. അല്ലെങ്കിൽ അവർ ടൗൺ ക്ലബ്ബിൽ വെക്കും. അവർ ഖാദി കുർത്തകൾ, ഖാദി തോർത്തുകൾ, നേരിയതും മുണ്ടും അങ്ങനെ എല്ലാം കാണും.
ഇവർക്കും ആഴ്ചതോറും നമുക്ക് ഖദറിനെ പറ്റിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഡിജിറ്റൽ ബസാർ ഇന്ന കൈത്തറി തൊഴിലാളികളാണുള്ളത്, ഇന്ന കൈത്തറി സെൻറ്റേഴ്സാണുള്ളത്, ഈ കൈത്തറി സെൻറ്ററിൻ്റെ പുറകിലുള്ള ആൾ ഇന്നതാണ്, ഈ കൈത്തറി സെൻറ്ററിൻ്റെ പുറകിലുള്ള ആൾ ഇന്നതാണ്, ഇതാണ് അവരുടെ പ്രോഡക്ട്സ്. അപ്പം വീണ്ടും അതിൻ്റെ ഒരു ബസാറായി. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടായ്മയുണ്ട്. ഇപ്പം ശരി, നമുക്കിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എല്ലാം വോളണ്ടറി ആണ്, അതായത് വോളണ്ടിയേഴ്സ് ആണ് വരുന്നത്. അപ്പം നമുക്ക് ഈ വോളണ്ടിയേഴ്സിൻ്റെയും ഒരു പ്രോജക്റ്റ് മാനേജർ ഉണ്ടാവും, ആരൊക്കെ ഇതിനു വേണ്ടി വോളണ്ടിയർ ആവും, അവർക്ക് നമുക്ക് എന്ത് ഗുണം ചെയ്യാൻ പറ്റും. ഇപ്പം അവർക്കും എന്തെങ്കിലും കച്ചവടം ഉണ്ടെങ്കിൽ അവർക്കും ഒരു വിസിബിലിറ്റി ആയി. നമ്മൾ ശരിക്കും ശ്രമിക്കുന്നത് ഇത് ആർക്കൊക്കെ ഇത് കാണാൻ പറ്റും, ആരൊക്കെയാണ് ഈ കച്ചവടത്തിലുള്ളത്, എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കച്ചവടങ്ങൾ, നമ്മൾ എന്തിനാണ് എല്ലാം കരുനാഗപ്പള്ളിയിൽ നിന്നും പുറത്തു നിന്നും വാങ്ങുന്നത്. നമുക്ക് ഇവിടെ തന്നെ ഇത്തരം കച്ചവടങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ വാങ്ങുകയും ഇവിടെ തന്നെ ഉൽപ്പാദനം ചെയ്യുന്നത് വാങ്ങുകയും ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെ ഇപ്പം GDP എന്ന് പറയും, നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് ഉൽപ്പാദിക്കുന്നത്, ഉൽപ്പാദനം ഉണ്ടാകുന്നത്, അതിൻ്റെ ഗുണം നമുക്ക് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഗവൺമെൻറ് എന്താണ് ഗുണം, ഈ സാധനങ്ങൾ വിൽക്കുമ്പോൾ അതിൻ്റെ GST ഉണ്ടാവും, അത് കിട്ടും, ടാക്സ് റവന്യൂ കൂടും. ടാക്സ് റവന്യൂ കൂടുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മളുടെ ലൈറ്റുകൾ, നമ്മുടെ റോഡുകൾ, അത് നന്നാക്കാനുള്ള ഒരു റവന്യൂ നമുക്ക് തന്നെ കിട്ടും, നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് തന്നെ കിട്ടും, നമ്മുടെ പഞ്ചായത്തുകൾക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിന് തന്നെ ഒരു വിധത്തിൽ നമ്മുടെ റവന്യൂ കൂടുതൽ കിട്ടുകയാണ്, നമ്മുടെ കച്ചവടക്കാർക്ക് അവരുടെ വിസിബിലിറ്റി കൂടുകയാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ ബസാർ, അപ്പോൾ നമുക്ക് പറയാം ശരി, ശരി ഇന്ന് സ്നാക്സിൻ്റെ ആണ്, നാളെ ഇതാണ് ടെക്സ്റ്റൈൽസ് ആണ്, മറ്റന്നാൾ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ആയിരിക്കാം, ഹാൻഡ്ലൂമും മറ്റുമൊക്കെ. അതിൻ്റെ പിറ്റേന്ന് ചിലപ്പം ചെറിയ ഇലക്ട്രോണിക് എക്യുപ്മെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ തന്നെ സെൻസറുണ്ട്, ഗേറ്റുകളുണ്ട്, അങ്ങനെ പലതരം കച്ചവടമുണ്ട്. അതിൻ്റെ പിറ്റേന്ന് ആയുർവേദ പ്രോഡക്ട്സ് ആയിരിക്കാം, അത് കഴിഞ്ഞിട്ട് ഇപ്പം ഫിഷറീസ് പ്രോഡക്ട്സ് ആയിരിക്കാം. അങ്ങനെ അനേകം ആഴ്ചകളിലായിട്ട് അപ്പം നമുക്ക് അറിയാം. അപ്പം അങ്ങനെ ഈ ഒരു സംവിധാനം ലൈവ് ആവുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പം എല്ലാ ആഴ്ചയിലും ഇപ്പോൾ ഒരു ദിവസം ശരി, വ്യാഴാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ ഡിജിറ്റൽ ബസാർ ഉണ്ടാവും, ഇത്ര ആൾക്കാർ വരും, നമുക്ക് അറിയാൻ പറ്റും ആരൊക്കെയാണ് ഇവിടെ ഉള്ളത്, അവർക്കൊരു വിസിബിലിറ്റി കിട്ടും, സെയിലുണ്ടാവും, പിന്നെ അവർക്ക് ചെറിയ പരസ്യങ്ങൾ ചെയ്യാം. നമ്മുടെ ഇടയിൽ എഗെയിൻ ഈ കമ്മ്യൂണിറ്റി ലെവലിൽ എല്ലാവരും അറിയും, ഓക്കെ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, ഇത്തരം ആൾക്കാരാണ്, ഇതാണ് ഇതിൻ്റെ പരിപാടി. അങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ ചെറുകിട കച്ചവടക്കാർക്കും ചെറുകിട വ്യവസായികൾക്കും ഇത്തരം ഡിജിറ്റൽ പ്രോഗ്രാംസുകളുടെ കൂടെ ഈ കാര്യങ്ങൾ നടക്കും. അപ്പം ഇതൊരു 4-5 റൗണ്ട് ഇത്തരം നടന്നു കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ അത് ഓഫ്ലൈൻ ആക്കാം. അതായത് നമുക്ക് ശരിക്കും ഇപ്പം നമ്മുടെ കരുനാഗപ്പള്ളിയിൽ തന്നെ ചില വേദികളുണ്ട്. ഇപ്പം ടൗൺ ക്ലബ് ഉണ്ടാവാം, അല്ലെങ്കിൽ ചില കല്യാണ ഓഡിറ്റോറിയംസ് ഉണ്ടാവാം. അപ്പം ഈ വേദികളിൽ വരുമ്പോഴേക്കും നമുക്കതിൻ്റെ കൂട്ടായ്മകൾ വരും, മീറ്റിങ്സ് വരും, നമുക്ക് ആൾക്കാരെ കാണാം, ചെറിയ ചെറിയ ഫെയറുകൾ വെക്കാം, ചെറിയ ചെറിയ കാര്യങ്ങൾ വെക്കാം. അതാകുമ്പോഴത്തേക്കും അതിനൊരു ഭംഗി കൂടും, മൊത്തത്തിൽ കച്ചവടവും കൂടും, ആൾക്കാരിലും ഒരു അവയർനെസ് ഉണ്ടാവും. അപ്പം മൊത്തത്തിൽ പിന്നെ റവന്യൂ കൂടും, ടാക്സ് കൂടും, നമ്മുടെ നാടിന് തന്നെ ഗവൺമെൻറ്റിനും കുറച്ച് വരുമാനമാകും. നമ്മുടെ ചെറിയ ചെറിയ സ്ട്രീറ്റ് ലൈറ്റുകളോ അല്ലെങ്കിൽ ചെറിയ സോളാർ വെക്കാനാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഓടകളുടെ പ്രോജക്റ്റ് ആണെങ്കിലോ ഇപ്പോൾ ഇവിടെ കൂടുതൽ വൃത്തിയാക്കാനുള്ളതാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ഗവൺമെൻറ് സ്കൂളുകളിൽ ചെറിയ പ്രോഗ്രാംസ് വെക്കാനാണെങ്കിലോ അതിനൊക്കെയുള്ള റവന്യൂ നമുക്ക് ഈ തരത്തിൽ ഉണ്ടാക്കാനും സാധിക്കും. ഇതുവരെ എൻ്റെ കൂടെ നിന്നതിന് നന്ദി. ഞാൻ കിരൺ എസ് പിള്ളൈ, ഫൗണ്ടർ വസ്തുത തിങ്ക് ടാങ്ക്, കരുനാഗപ്പള്ളി. Thank you very much.